കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് ഒത്തുതീർപ്പാക്കാൻ നീക്കം നടക്കുന്നതായി വാർത്ത. പരാതിയില്ല എന്ന് പെൺകുട്ടി പ്രതിഭാഗത്തിന് സത്യവാങ്മൂലം കൊടുത്തിരിക്കുന്നു. അതിനിടെ പെൺകുട്ടിയെ കാണാനില്ല എന്ന് കുടുംബം പരാതി പറയുകയും ചെയ്യുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന്, അതുപോലെ കോഴിക്കോട് നിന്ന് ദീപക് തർമ്മടവും നമുക്കൊപ്പം ചേരും. ആദ്യം ശ്രീകാന്തിലേക്ക്. ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. ശ്രീകാന്ത്, എന്താണ് പെട്ടെന്നൊരു ചടുലമായ നീക്കം ഈ പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന്? വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഇതാകെ കുഴഞ്ഞു മറിഞ്ഞ് ഈ കേസ് മുന്നോട്ട് പോകുന്നു എന്ന് വേണം പറയാൻ. കാരണം അപ്രതീക്ഷിതമായാണ് ഇന്നലെ സോഷ്യൽ മീഡിയ വഴി ഈ പെൺകുട്ടി വരുന്നതും ഈ കേസിൽ തനിക്ക് പരാതിയില്ല എന്ന് പറയുന്നതും താൻ വീട്ടുകാരുടെ അഭിപ്രായം മാനിച്ച് വീട്ടുകാർ പറഞ്ഞതനുസരിച്ചാണ് എല്ലാ നീക്കങ്ങളും നടത്തിയത് എന്ന് തുറന്നടിക്കുകയും ചെയ്യുന്നത്. ആ ഘട്ടം മുതൽ തന്നെ ഒരു സംശയം തോന്നിയിരുന്നു, ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന്. അവർ ഇപ്പോൾ തിരുവനന്തപുരത്താണ് ആ പെൺകുട്ടി ഉള്ളത്, അവിടെ ജോലി സ്ഥലത്താണ്. അതിനിടയിൽ പ്രതിഭാഗം സ്വാധീനിച്ചിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു സംശയം. ഇതാ ഇന്നിപ്പോൾ ആ സംശയത്തിന് ബലം പകരുന്ന രീതിയിൽ ഹൈക്കോടതിയിലേക്ക് ഒരു നീക്കം നടക്കാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ ഈ പെൺകുട്ടി സത്യവാങ്മൂലം ഒപ്പിട്ട് നൽകിയിരിക്കുന്നു പ്രതിഭാഗത്തിന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിഭാഗം അഭിഭാഷകൻ ഈ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ തയ്യാറെടുക്കുകയുമാണ്. അതായത് ഈ കേസ് തന്നെ ഇല്ലാതാകാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം എന്തായാലും വ്യക്തമാണ്, ഈ പെൺകുട്ടിയെ പ്രതിഭാഗം കണ്ടിട്ടുണ്ട്, ഈ പെൺകുട്ടിയെ പ്രതിഭാഗം സ്വാധീനിച്ചിട്ടുണ്ട്, ഈ പെൺകുട്ടിയെ പ്രതിഭാഗം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, സത്യവാങ്മൂലം ഒപ്പിട്ട് വാങ്ങുകയും ചെയ്തിരിക്കുന്നു. ഇക്കാര്യം നടന്നു എന്നുള്ള കാര്യത്തിൽ ഇനി ഒരു സംശയവും വേണ്ട. പെൺകുട്ടിക്ക് പ്രതിഭാഗവുമായി ഈ ആരോപണങ്ങൾ പുറത്തു വന്നതിന് ശേഷം, അല്ലെങ്കിൽ ഈ ആരോപണം പെൺകുട്ടി നടത്തിയതിനു ശേഷം പ്രതിഭാഗവുമായി ആ പെൺകുട്ടി സംസാരിച്ചിട്ടുണ്ട്. അവരുമായി കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഒരു തെളിവായി ഇപ്പോൾ ഈ സത്യവാങ്മൂലം പുറത്തു വരികയാണ്. തനിക്ക് കേസൊന്നുമില്ല എന്ന രീതിയിൽ ഈ പെൺകുട്ടി ഇപ്പോൾ സത്യവാങ്മൂലം ഒപ്പിട്ട് നൽകുന്നു. അതിനി ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ഈ കേസ് റദ്ദാക്കുകയും മാത്രമേ വേണ്ടൂ. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്. പന്തീരാങ്കാവ് കേസിൽ പോലീസ് നിയമോപദേശം തേടുമെന്ന് ഞങ്ങളുടെ കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. വീഡിയോ കേസിനെ ബാധിക്കില്ലെന്നാണ് പോലീസ് പറയുന്നത്. കേസിന് കൃത്യമായി തെളിവുണ്ടെന്നും പോലീസ് അവകാശപ്പെടുന്നു. ദീപക് തർമ്മടം മറ്റു വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക്. യഥാർത്ഥത്തിൽ ഈ വീഡിയോ ചിലപ്പോൾ പ്രേരണ കൊണ്ടോ സമ്മർദ്ദം കൊണ്ടോ ചെയ്തതല്ല എന്ന് ആർക്കറിയാം. എന്തായാലും അവരെ കണ്ടെത്തിയാലല്ലേ അത് അറിയൂ. പക്ഷേ പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു, കുറ്റപത്രം സമർപ്പിക്കും എന്ന് തന്നെയാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? SKN കുറ്റപത്രം വളരെ പെട്ടെന്ന് തന്നെ പോലീസ് സമർപ്പിക്കും. കാരണം അതിനായ മതിയായ തെളിവുകളെല്ലാം തന്നെ, ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ, മെഡിക്കൽ റിപ്പോർട്ട്, ഇതിൽ ഈ ഡോക്ടർ പരിശോധിച്ച അതായത് പറവൂരിൽ പരിശോധിച്ച സർക്കാർ ഡോക്ടറുടെ മൊഴി ഉൾപ്പെടെ ഈ കേസിൽ നിർണായകമാണ്. മറ്റൊന്ന്, ഈ കേസിലെ ഇര, ഇപ്പോൾ മൊഴിമാറ്റം നടത്തിയ ഈ ഇര വളരെ കൃത്യമായി തന്നെ കോടതി മുൻപാകെ 164 സ്റ്റേറ്റ്മെൻറ്റ്, അതായത് രഹസ്യമൊഴി നൽകിയിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ രഹസ്യമൊഴിയൊക്കെ വേണമെങ്കിൽ വിചാരണാവേളയിൽ മാറ്റാൻ സാധിക്കും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ കേസിൽ പ്രോസിക്യൂഷൻ നടപടി എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം. അതിൻ്റെ ഭാഗമായാണ് ഈ മാറിയ സാഹചര്യത്തിൽ നിയമോപദേശം തേടാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് പോലീസ്. ഫറൂഖ് ACP ആണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇതിൽ SKN വളരെ നിർണായകമായ കാര്യം, ഒരു പോലീസ് ഇൻസ്പെക്ടറും ഒരു പോലീസുകാരനും സസ്പെൻഷനിൽ കഴിയുന്ന ഒരു കേസാണ്. അതായത് സർക്കാരും ആഭ്യന്തര വകുപ്പൊക്കെ വളരെ ഗൗരവത്തിൽ ഈ കേസ് പിന്നീട് എടുക്കുന്നു. ആദ്യം ഈ പ്രതിക്ക് രാജ്യം വിട്ടുപോകാൻ പോലീസ് സൗകര്യം ചെയ്തു കൊടുത്ത, വലിയ രീതിയിൽ പോലീസിനെതിരെ പഴി കേൾക്കേണ്ടി വന്ന ഒരു കേസാണ്. ആ കേസിലാണ് നിർണായകമായ മൊഴിമാറ്റം ഉണ്ടായിരിക്കുന്നത്. ഈ മൊഴിമാറ്റം കോടതിയിൽ വന്നാൽ കേസിനെ സ്വാഭാവികമായും പ്രതികൂലമായി ബാധിക്കുമെന്ന് വേണം നമുക്ക് ഒരു പ്രാഥമിക നിയമപരിജ്ഞാനമുള്ളവർക്ക് തന്നെ വിലയിരുത്താൻ. പക്ഷേ എന്നാൽ പോലീസ് പറയുന്നത്, ഈ ഘട്ടത്തിലും ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥനുമായി അല്പം മുൻപ് സംസാരിച്ചു, പോലീസ് വളരെ കോൺഫിഡൻസിലാണ്. കാരണം മതിയായ തെളിവുകളെല്ലാം, അതായത് ഈ പ്രധാന പരാതിക്കാരി വേണമെങ്കിൽ ഒരു കോംപ്രമൈസിലേക്ക് പോയി തീർക്കുകയാണെങ്കിൽ പോലും പ്രോസിക്യൂഷൻ നടത്താനുള്ള മതിയായ തെളിവുകളെല്ലാം തന്നെ അന്വേഷണ സംഘം കൃത്യമായി ശേഖരിച്ചിട്ടുണ്ട്. SKN. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മടം. ജലീൽ കണ്ണമംഗലം പറയുന്നു, SK ആ വാക്കുകളോട് ഞാൻ യോജിക്കുന്നു. അതായത് ചർച്ചകൾ നടക്കണം, സംവാദങ്ങൾ വേണം, കമ്മ്യൂണിസ്റ്റ് സൗന്ദര്യശാസ്ത്രം നിലനിൽക്കണം കേരളത്തിൽ എന്ന് പറഞ്ഞതിനോട് യോജിക്കുന്നു ജലീൽ എന്നാണ് പറയുന്നത്.